തിരുവിതാംകൂറിലെ ചരിത്രമുറങ്ങുന്ന നഗരം കോട്ടയം. മലയാളി മനസ്സിന്റെ അകത്തളത്തിലേക്ക് അക്ഷരങ്ങളെ കുടിയിരുത്തിയ വാർത്തകളുടെ നഗരം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ കോട്ടയം കേരളത്തിന്റെ റബ്ബറിന്റെ തലസ്ഥാനം കൂടിയാണ്. കോട്ടയത്തുനിന്ന് ഏകദേശം 21 കിലോമീറ്റർ അകലെ അയർക്കുന്നത്തിനടുത്ത് മറ്റക്കര എന്ന ഗ്രാമം. ഇവിടെയാണ് അക്ഷരനഗരിയായ കോട്ടയത്തിന് ഒരു പൊൻതൂവലായി ഇന്ന് ലോകശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വേശ്വരയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി. കോട്ടയം റെയിൽവേ സ്റ്റേഷനടുത്ത് ചെറിയ ഒരു കെട്ടിടത്തിലാണ് വിശ്വേശ്വരയ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കം. കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടയിൽ ഭാരതത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് ആയിരക്കണക്കിന് കർമ്മോത്സുകരായ എഞ്ചിനീയർമാരെ വാർത്തെടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രമാണ് VIET എന്ന ഈ സ്ഥാപനം. ആധുനിക എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഡോക്ടർ M. വിശ്വേശ്വരയ്യയുടെ പേരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാപനം AMIE എന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ജനകീയമാക്കുവാൻ വേണ്ടിയുള്ള സ്ഥാപക ഡയറക്ടർ ടോം ടി ജോസഫിന്റെ നിശ്ചയദാർഢ്യം ഏറെ പ്രശംസാർഹമാണ്. എല്ലാ കോഴ്സുകളിലും VIETയുടെ അത്ഭുതാവഹമായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം ചിട്ടയായ പഠനരീതികൾ കൂടാതെ വിദ്യാർത്ഥികൾ അനുവർത്തിക്കുന്ന ജീവിത രീതി ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് പ്രാചീന ഭാരത സംസ്കാരത്തിലെ തത്വാധിഷ്ഠിത ഗുരുകുല സമ്പ്രദായം ആധുനിക രീതിയിലേക്ക് ആവാഹിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു പഠന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. എല്ലാ വർഷവും ഉയർന്ന വിജയം കരസ്ഥമാക്കുന്ന ഈ സ്ഥാപനം ഇക്കഴിഞ്ഞ 1 ദശാബ്ദത്തിനുള്ളിൽ അഖിലേന്ത്യാ തലത്തിലുള്ള AMIE പരീക്ഷയിൽ 111ഓളം റാങ്കുകൾ കരസ്ഥമാക്കി കഴിഞ്ഞു. പ്രാഗൽഭ്യം കെട്ടിടങ്ങളുടെ ഉയരത്തിലല്ല ജീവിത മൂല്യങ്ങൾക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഡയറക്ടർ ടോം ടി ജോസഫിന്റെ നേതൃത്വത്തിൽ VIETയിൽ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും അവരെ നമ്മുടെ സമൂഹത്തിലെ മാതൃകാ പൗരന്മാരാക്കുന്നതിനും ഊന്നൽ നൽകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം പിന്തുടരുന്നു. പഠനം നടത്തുന്ന 1000ഓളം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ പിതാവായി ടോം സാറും അമ്മയായി മോളി ടീച്ചറും എപ്പോഴും സന്നദ്ധരാണ്. വിശ്വേശ്വരയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി 1988 കോട്ടയം ജില്ലയിൽ ആണ് ആരംഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം കുട്ടികൾ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നു. ഇന്നിപ്പോൾ ആസാം മുതൽ ഇന്ത്യയുടെ തെക്കേ അറ്റം വരെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ ഈ കോഴ്സും പഠിച്ചു വരുന്നു. Dear friends, my name is Vishwajyoti Rekha from Guwahati. मैं Tuwasti Varman, I am from Assam. My name is Vivin Raj Pige. मैं राजस्थान से हूँ. Hi, my name is Megha James and I am an AMI Section A first year student. I did my 10th till 10th in Delhi. I completed my +1 and +2 over in Qatar in Gulf. ഹായ്, ഐ എം ശ്രീലക്ഷ്മി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് മേഴ്സി. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഒരാൾക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ആവാനുള്ള ഒരു സുവർണ അവസരമാണ് AMI, അതുപോലെ തന്നെ AMISI. നമ്മൾ ഈ 2 കോഴ്സുകൾക്കും അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരമാണ് സൂക്ഷിച്ചു വരുന്നത്. AMIക്ക് ധാരാളം അഖിലേന്ത്യാ റാങ്കുകൾ ഈ സ്ഥാപനത്തിലെ കുട്ടികൾ നേടിവരുന്നു. അതിന്റെ ഫലമായിട്ട് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഈ സ്ഥാപനത്തിന്റെ നാമം ഈ അടുത്ത കാലത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ റാങ്കുകൾ കരസ്ഥമാക്കിയ സ്ഥാപനം എന്ന നിലയിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ VIET മറ്റൊരു അത്ഭുതമായി ഉയർന്നു നിൽക്കുന്നു. നമുക്ക് 2005 53 ഓൾ ഇന്ത്യ റാങ്കുകൾ കിട്ടിയപ്പോഴായിരുന്നു ആ റെക്കോർഡ് അവർ രേഖപ്പെടുത്തിയത്. 2008 ആയപ്പോഴേക്കും നമുക്ക് 111 അഖിലേന്ത്യാ റാങ്കുകളോടെ നമ്മുടെ നില പൂർവാധികം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനം ക്വാളിറ്റി നിലനിർത്തുവാനായിട്ട് അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ വളരുവാനുമായി ISO 9001-2008 സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ള സ്ഥാപനമാണ്. അതിൽ നമ്മൾ നേരത്തെ ISO 9001-2000 സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്നും കൂടുതൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട സേവനം കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ISO 9001-2008 സർട്ടിഫിക്കേഷനിലേക്ക് മാറുകയുണ്ടായി.
എല്ലാ വർഷവും അഖിലേന്ത്യാ റാങ്കുകൾ നമ്മെ തേടി എത്താറുണ്ട്. ഈ വർഷം മാത്രം 13 ഓൾ ഇന്ത്യ റാങ്കുകൾ AMIക്കും 5 ഓൾ ഇന്ത്യ റാങ്കുകൾ AMAESIക്കും ഇവിടുത്തെ വിദ്യാർത്ഥികൾ നേടുകയുണ്ടായി. 2008 AMIE പരീക്ഷയിലെ റാങ്കുകൾ 2009 നവംബർ 1 തീയതി കൊച്ചിയിൽ വച്ചു നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു. എൻ്റെ പേര് ചിത്ര. ഞാനിവിടെ സെക്ഷൻ ബി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിരുന്നു. തികച്ചും സാധാരണ നിലവാരത്തിലുള്ള എനിക്ക് ഒരു ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാകാൻ സഹായിച്ചത് വിശ്വേശ്വരയിലെ മികച്ച പഠനാന്തരീക്ഷവും ചിട്ടയായ ക്ലാസ്സുകളുമാണ്. എൻ്റെ പേര് അശ്വതി. ഞാൻ ഇപ്പോൾ സെക്ഷൻ ബി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. എനിക്ക് കഴിഞ്ഞ വർഷം സെക്ഷൻ എയിലെ വിൻഡർ നോട്ട് 8 റാങ്ക് ലഭിക്കുകയുണ്ടായി. ഞങ്ങൾ എല്ലാവരും റാങ്ക് ഹോൾഡേഴ്സാണ്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികളെ തയ്യാറാക്കി അയക്കുന്ന എല്ലാ പരീക്ഷകളിലും നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ വളരെ ഉയർന്ന വിജയം നേടുകയും അതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ ഭാവി വളരെ ശോഭനമായി തീരുകയും ചെയ്തു വരുന്നു. ഇപ്പോൾ AMI കഴിഞ്ഞവർ ഗേറ്റ് എക്സാമിനേഷന് പോവുക, അല്ലെ സെറ്റ് എക്സാമിനേഷൻ എഴുതുക, അങ്ങനെ സയന്റിസ്റ്റുകളായി ജോലിയിൽ പ്രവേശിക്കുക. അതുപോലെ തന്നെ ധാരാളം മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി നേടുക, ഗവൺമെന്റ് സർവീസിലും ധാരാളമായി ജോലി നേടുക എന്നുള്ളതൊക്കെ ഇവിടുത്തെ കുട്ടികൾ ധാരാളമായി ചെയ്തു വരുന്നു. നമുക്ക് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഗേറ്റ് എക്സാമിനേഷനൊക്കെ ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിന്റെ ഒരു ലെവൽ അറിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി ഉപകരിക്കുന്ന ഒരു പരീക്ഷയാണ്. അതിൽ ധാരാളമായി കുട്ടികൾ വിജയം നേടുകയും അവര് ഉപരിപഠനത്തിനായി IIT, NIT മുതലായ ഉപരിപഠന സ്ഥാപനങ്ങൾ ധാരാളമായി അഡ്മിഷൻ നേടുകയും ചെയ്തു വരുന്നു. നമ്മൾ അതുപോലെ തന്നെ ഇന്നിപ്പം ടീച്ചിങ് പോസ്റ്റിലേക്ക് AICT അടിസ്ഥാന യോഗ്യതയായി ഇപ്പോൾ MTech ആണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. MTech നേടുവാൻ ഏറ്റവും നല്ല ഒരു അടിത്തറയാണ് AMI ഒരുക്കുന്നത്. സാധാരണ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് പരീക്ഷകളിൽ നിന്ന് വിഭിന്നമായി ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന അഖിലേന്ത്യാ തലത്തിലുള്ള പരീക്ഷയിൽ നിന്നാണ് ഈ റാങ്കുകൾ എന്നത് വിശ്വേശ്വരയ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. പ്രധാനമായും AMIE, AMAESI എന്നീ 2 തരത്തിലുള്ള കോഴ്സുകളാണ് ഇവിടെയുള്ളത്. വ്യോമയാന മേഖലയിലുണ്ടായ വൻപിച്ച കുതിച്ചുചാട്ടത്തെ തുടർന്ന് ഇന്ത്യയും ആ രംഗത്ത് വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. ഈ സാഹചര്യത്തിൽ 2005 മുതൽ നമ്മൾ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സിന്റെ ഡിഗ്രി പ്രോഗ്രാം ഇവിടെ ചെയ്തു വരുന്നു. അതിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ കുട്ടികളെ ഈ ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ 20 അഖിലേന്ത്യാ റാങ്കുകൾ നേടുകയും അതോടൊപ്പം തന്നെ ധാരാളം കുട്ടികൾ ആ കോഴ്സ് തിരഞ്ഞെടുത്ത് വരികയും ചെയ്യുന്നു. ഈ എല്ലാ വിധത്തിലുള്ള സർവോന്മുഖമായ വളർച്ച ആ മേഖലയിൽ കണ്ടതുകൊണ്ട് നമ്മൾ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് ഈ DGCയുടെ അംഗീകാരത്തോടെ ഈ സ്ഥാപനത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. VIET ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ അംഗീകാരത്തോടെ നടത്തപ്പെടുന്ന ഡിപ്ലോമ കോഴ്സായ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സ് തുടങ്ങുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് താരാരേഷ്മ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്ന് വരുന്നു. ഇവിടെ AMAESI വിദ്യാർത്ഥിനിയാണ്. വ്യത്യസ്തമായ പാത തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും ഉറ്റുനോക്കുന്ന ഒരു മേഖലയാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോഴ്സ്, മികച്ച ക്ലാസുകൾ നൽകുന്ന, അതും വളരെ തുച്ഛമായ ഫീസിൽ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഏക സ്ഥാപനമാണ് വിശ്വേശ്വരയ്യ. My name is Melvin Simon and I am coming from Thrissur. I did my schooling in Thrissur itself. After that, my decision was to join in aeronautical engineering, but I did not know where to join. So after searching many colleges, last I found this Vishweshwarya, which is good in aeronautics also. വളരെ വിപുലമായ ലൈബ്രറിയിൽ നിരവധി സാങ്കേതിക പുസ്തകങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ആധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബും
മെക്കാനിക്കൽ വർക്ക്ഷോപ്പും വിശ്വേശ്വരയ്യയുടെ മുതൽക്കൂട്ടാണ്. വ്യോമയാന മേഖലയിൽ ഉണ്ടാകാവുന്ന അഭൂതപൂർവമായ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുവാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ നടത്തിയ കാൽവയ്പ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇന്ത്യയിലെ തന്നെ മികച്ച എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠന സ്ഥാപനമായി മാറുവാൻ VIETക്ക് കഴിഞ്ഞു. VIETയിലെ കുട്ടികൾ എയറോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ നടത്തിയ പരീക്ഷയിൽ 4 റാങ്കുകൾ കരസ്ഥമാക്കി. AME കോഴ്സ് നടത്തുവാനായി DGCAയുടെ എയർക്രാഫ്റ്റ് NOC കോഴ്സിനാവശ്യമായുള്ള 2 എയർക്രാഫ്റ്റുകളായ ലിയർജെറ്റും സെസ്നയും അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റോക്ടണിലെ ക്രിയേറ്റീവ് ഏവിയേഷനിൽ നിന്ന് കൊണ്ടുവരുന്നതിനുള്ള നടപടികളും പൂർത്തിയായി കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മാനസികവും ഭൗതികവുമായ പ്രശ്നപരിഹാരത്തിനായി സദാ കർമ്മനിരതരായ PR ഓഫീസും ഇവിടെ പ്രവർത്തിക്കുന്നു. പെൺകുട്ടികൾക്കായി വിപുലമായ സൗകര്യങ്ങളുള്ള വിശാലമായ ഹോസ്റ്റൽ കെട്ടിടവും ഗുരുകുലത്തിലെ മഹത്വം പേറുന്ന ആരാധനാ സൗകര്യങ്ങളും നിലവിലുണ്ട്. കൃത്യനിഷ്ഠയും അച്ചടക്കവും പിന്തുടരുന്ന ക്യാമ്പസിന്റെ മറ്റൊരു പ്രത്യേകത എല്ലാ വിദ്യാർത്ഥികളും ഹോസ്റ്റലിൽ തന്നെ താമസിച്ചു പഠിക്കണമെന്നുള്ളതാണ്. പഠനത്തോടൊപ്പം പരസ്പരമുള്ള ആശയവിനിമയത്തിലൂടെയും സഹകരണത്തിലൂടെയും വ്യക്തിപരമായ ഉയർച്ച സാധ്യമാക്കുവാൻ ഇത് വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. ഞാൻ ഇവിടെ 2006 ബാച്ചാണ്. ഹോസ്റ്റലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. പക്ഷേ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വിഷമോ അങ്ങനെയൊന്നും എനിക്ക് ഇന്നേ വരെ ഫീൽ ചെയ്തിട്ടില്ല. ഏറ്റവും നല്ലൊരു ഹോസ്റ്റലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജൂനിയേഴ്സും സീനിയേഴ്സും ഒരേപോലെ തന്നെ ഒരു ചേച്ചി അനിയത്തി എന്നുള്ള റിലേഷനാണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടോ വിഷമോ ഒന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാലാണെങ്കിലും നല്ല ഫുഡാണ്. ഇപ്പോൾ ഹോംലി ഫുഡ് തന്നെയാണ് നമുക്ക് തരുന്നത് ഇവിടെ. അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഫുഡൊക്കെ നമ്മളിവിടെ നമുക്ക് എന്ത് ഇഷ്ടമാണെന്ന് നമ്മൾ പറയുന്നോ അതായിരിക്കും നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പഠിക്കാൻ ഏറ്റവും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കാര്യം മനസ്സിലാകാത്തതും ആരുടെ അടുത്ത് ചോദിച്ചും നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി അത് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സാറും ടീച്ചറൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളൊരു വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവർ വരുമ്പോൾ നമുക്ക് വളരെയധികം ആശ്വാസമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലെ അച്ഛനും അമ്മയും പറയുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് പഠിക്കാൻ കുറച്ചും കൂടെ ഒരു എനർജി നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറേ റാങ്ക് ഹോൾഡേഴ്സൊക്കെ ഞങ്ങളുടെ ഹോസ്റ്റലിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ ഏറ്റവും കൂടുതൽ പ്രചോദനം കിട്ടുന്നുണ്ട്. എൻ്റെ പേര് റോസ്മിൻ ജേക്കബ്. ഞാൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ തന്നെ ദൂരം കൂടുതലുണ്ട് എന്നതിനാൽ വീട്ടിൽ നിന്ന് അധികം സമ്മതമില്ലായിരുന്നു ഇങ്ങോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച്. പിന്നെ വളരെ നല്ല ഹോസ്റ്റൽ സൗകര്യങ്ങളാണ്, കോളേജിൽ നല്ല സൗകര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് സമ്മതമായി. ഇപ്പം റാഗിങ്ങിനെ കുറിച്ചൊക്കെ ഓർത്ത് നല്ല പേടിയുണ്ടായിരുന്നു. ഇനി ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം അച്ഛനെ പോലെ ടോം സാറും അമ്മയെപ്പോലെ ടീച്ചറും ഉണ്ട്. അപ്പം എനിക്കിപ്പം ദൂരം ഒരു പ്രശ്നമില്ലാതായി മാറിയിരിക്കുകയാണ്. ഇപ്പം കാസർഗോഡും കോട്ടയം തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവിടുന്ന് തൊട്ടടുത്ത ഒരു സ്ഥലമായിട്ടാണ് എനിക്കിപ്പോൾ അവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ സീനിയേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജൂനിയേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും സ്വന്തം ചേച്ചീനെ പോലെയും അനുജത്തിനെ പോലെയൊക്കെയാണ് പെരുമാറുന്നത്. ജൂനിയേഴ്സിനോടാണെങ്കിലും ഞങ്ങൾ സ്വന്തം അനുജത്തിനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് ഞങ്ങൾ ജൂനിയേഴ്സിനോട് പെരുമാറുന്നത്. പിന്നെ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് ഇപ്പം വീട്ടിൽ നിന്ന് കഴിക്കാത്തത് പോലും ഞാൻ ഇവിടെ വന്നിട്ട് കഴിക്കുന്നുണ്ട്. അത്ര നല്ല ഫുഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായി ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നു. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എങ്ങനെ പഠിപ്പിക്കണമെന്ന് നല്ല ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരുടെ ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. ഞങ്ങൾ +2 പഠിക്കുമ്പോഴാണെങ്കിൽ നോട്ട് എഴുതി തരുന്നതിലോ അല്ലെങ്കിൽ ക്ലാസ് നന്നായി എടുത്തു പോകുന്നതിലോ അധ്യാപകർ ശ്രദ്ധിക്കാതെ വരുമ്പോൾ വിദ്യാർത്ഥികളാണ് അവരെ കുറച്ചുകൂടി നല്ല രീതിയിൽ മികച്ച രീതിയിൽ എടുത്തു തരണമെന്ന് അഭിപ്രായപ്പെട്ട് മാറ്റുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് മികച്ച രീതിയിലാണ് ഇവിടുത്തെ അധ്യാപകരും ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് ഒരുക്കി തരുന്നത്. അതുപോലെ ഹോസ്റ്റലിലെ അന്തരീക്ഷവും ആണെങ്കിലും ഞങ്ങൾക്ക് പഠിക്കാൻ എത്ര കണ്ട് സമയം ആവശ്യമുണ്ടോ ആ സമയം ഞങ്ങൾക്ക് പഠിക്കാൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ അന്തരീക്ഷം ഏറ്റവും നന്നായി പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ്. നിലവിലുള്ള ഹോസ്റ്റലിന് പുറമെ ആൺകുട്ടികൾക്കായി മറ്റൊരു ഹോസ്റ്റൽ സമുച്ചയവും തയ്യാറായി വരുന്നു.
തികച്ചും പ്രകൃതി രമണീയമായ ഗ്രാമാന്തരീക്ഷത്തിലുള്ള വിശാലമായ ക്യാമ്പസ് വിശ്വേശ്വരയ്യയുടെ മാത്രം പ്രത്യേകതയാണ്. കലാ കായിക മാനസികോല്ലാസങ്ങൾക്കു വേണ്ടി പ്രത്യേക ഗ്രൗണ്ടുകളും അനുബന്ധ ഉപകരണങ്ങളും നിലവിലുണ്ട്. ആഴ്ചതോറുമുള്ള കൂട്ടായ്മകളിൽ ഗുരുശിഷ്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നു. ആയിരത്തിലേറെ കുട്ടികളെ ഉൾക്കൊള്ളിക്കാവുന്ന ആധുനിക സൗകര്യങ്ങളുള്ള ഓഡിറ്റോറിയം വിശ്വേശ്വരയ്യയുടെ പ്രത്യേകതയാണ്. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നല്ല നല്ല റിസൾട്ട്, നല്ല നല്ല വാർത്തകൾ എന്ന് പറയുന്നത് കുട്ടികളുടെ പഠനത്തിന്റെ ഗുണനിലവാരവും നല്ല അച്ചടക്കവുമാണ്. ആ നല്ല വാർത്തകൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് എന്നും നമുക്ക് കേൾക്കണമെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം കൂടി സഹകരിച്ച് യോജിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ആ ഒരു കൂട്ടായ്മയാണ് എനിക്ക് വിശ്വേശ്വരയ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാൻ സാധിക്കുന്നത്. അതിന് നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ റാങ്ക് കിട്ടിയ 20 പേരെയും പ്രത്യേകമായി അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വിശ്വേശ്വരയ്യയിൽ നിന്ന് ഉയരങ്ങളിലേക്കുള്ള പടവുകൾ പിടിച്ചു കയറ്റിയ തങ്ങളുടെ ഗുരുക്കന്മാർക്കുള്ള വിദ്യാർത്ഥികളുടെ ആത്മസമർപ്പണമായി ദക്ഷിണയായി ഗുരുവന്ദനം. എൻ്റെ പേര് അനു. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഇവിടെ വന്ന് ചേർന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ AMI സ്റ്റുഡൻ്റാണ്. ഞാൻ വിശ്വേശ്വരയെക്കുറിച്ച് അറിഞ്ഞത് എന്നെ +2 പഠിപ്പിച്ച ഒരു ടീച്ചർ മുഖേനയാണ്. +2 കഴിഞ്ഞ് ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്തു. അതിനുശേഷം എഞ്ചിനീയർ ആവുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ വലിയ ലക്ഷക്കണക്കിന് രൂപ ഡൊണേഷൻ കൊടുത്ത് ഒരു സീറ്റ് വാങ്ങിക്കാൻ എനിക്കോ അല്ല എൻ്റെ പാരൻസിനോ കഴിയുകയായിരുന്നില്ല. അപ്പോഴാണ് വിശ്വേശ്വരയ്യ എൻ്റെ മനസ്സിലും എന്നെ തേടിയെത്തിയത്. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന എനിക്ക് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് നടത്തുന്ന AMI കോഴ്സ് പഠിക്കുവാനും അവരുടെ ഓൾ ഇന്ത്യ എക്സാം ഓരോ 6 മാസം കൂടുമ്പോൾ എഴുതുവാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇതിന് എന്നെ പ്രാപ്തമാക്കിയത് അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന ഓരോ വിദ്യാർത്ഥിയെയും പ്രാപ്തമാക്കുന്നത് വിശ്വേശ്വരയ്യ മാത്രമാണ്. ഹായ്, ഐ ആം ദീപ്തി. ഐ ആം കമ്മിങ് ഫ്രം Ernakulam. I am second year AMI student. Let me tell you one thing, that Vishwesvaraya is not enough to tell in words. It is something you have to experience directly. If I talk about the ancient culture, it is the tradition of Gurukula system. The Guru used to take many students under him and take them to a path that lead in the path to where they have to reach. That is personality development, and also they had a goal and the Guru tried to get them to that goal. ചിട്ടയില്ലാത്ത പഠനവും ചിട്ടയില്ലാത്ത ജീവിതവും കൊണ്ട് ഒരുവിധം നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിയിരുന്നു ഞാൻ +2 കഴിഞ്ഞപ്പോൾ. അതിനുശേഷം ഇവിടെ വന്ന് എങ്ങനെ പഠിക്കണം, എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നൊക്കെ ടോം സാറിൽ നിന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഞാൻ എൻ്റെ പഠനത്തിനുള്ള ടൈം ടേബിൾ ക്രമീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ട്. ആവറേജ് സ്റ്റുഡൻറ്റ് എന്നതിൽ നിന്നും ഒരു കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി എന്ന ഒരു ഇതിലേക്ക് ഞാൻ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് സിസ്റ്റർ സുൽഫിമ. ഞാൻ കോട്ടയം അതിരൂപതയിലെ വിസിറ്റേഷൻ വോളണ്ടിയേഴ്സിൻ്റെ സഭാംഗമാണ്.
2 വർഷം മുമ്പ് ഞങ്ങളുടെ കോൺഗ്രേഷൻ്റെ ബ്രദർ എഞ്ചിനീയർ ആകാമെന്ന് ചോദിച്ചപ്പോൾ സമ്മതിക്കുകയും അതിനായി പല കോളേജുകൾ അന്വേഷിച്ചപ്പോൾ പലരും അഭിപ്രായപ്പെട്ടു കട്ടിപ്പുരയുള്ള വിശ്വേശ്വര എഞ്ചിനീയറിംഗ് കോളേജ് ഒരു എഞ്ചിനീയർ എന്നതിനേക്കാളുപരിയായി തങ്ങളുടെ ആധ്യാത്മിക ജീവിതവും വളരെയധികം ക്രമപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു കോളേജാണെന്ന്, അതിനാൽ തന്നെ ഈ കോളേജിൽ തിരഞ്ഞെടുക്കുകയും ഇവിടെ വന്ന് പഠിക്കുകയും ചെയ്യുന്നു. After 12th, I like to do AMI course, and I was in search for a good institution which provides AMI. At that time, one of my teacher, he told me about this institution, and after seeing the achievements and ranks of this institution, I was sure I can do AMI here, and I will be getting out of as a chartered engineer. Me towards the woman, I am from Assam. I chose AMI course in my home place, but I didn't got the coaching. But I come to VIT. I am certified about the VIT college. It's the first time I'm coming over here in Kerala to study. And after my +2, I was in search of a good college where I could complete my higher studies. And I wasn't confused because I needed a place where I could completely focus on my future plans. And when I asked about this to my cousin brother, he suggested that Vishweshwara is the best and perfect place for me. And when he told me about the rules and regulations, I was really impressed. And I asked my parents that I want to go over there. And my parents said, if you really wish to do so, then you can. And I came over here. And I was really happy. And I didn't have any problem in adjusting over here. Because when I stepped over here, I was really welcomed with the charming and happy faces of my friends and seniors. They really help you out in all the studies as well as in your personal matters. And even if you consider classes, the teachers over here help you out and concentrate on each and every student over here. ഞാൻ അനില, ലാസ്റ്റ് സെം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. ശരിക്കും ഒരു എഞ്ചിനീയർ ആയ ശേഷം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയാൻ തോന്നിയത് ഒരു വിശ്വേശ്വരയിൽ വന്നു ചേർന്നതിന് ശേഷമാണ്. കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ലക്ഷ്യങ്ങളാക്കിയിട്ട് എങ്ങനെ അത് നേടണം, അതിലേക്ക് എങ്ങനെ മുന്നേറണം എന്നൊരു വെളിച്ചം കിട്ടിയത് വിശ്വേശ്വരയിൽ വന്നതിന് ശേഷമാണ്. IIT ഗേറ്റ് അല്ലെങ്കിൽ IITയിൽ പോയി ഡോക്ടറേറ്റ് ചെയ്യുക, സിവിൽ സർവീസ്, അങ്ങനെ കുറേ ലക്ഷ്യങ്ങളൊക്കെ വന്നത് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ്. ഞങ്ങളെപ്പോലെ സാധാരണക്കാരായ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന വിജയം അല്ലെങ്കിൽ ആ മാറ്റം, അത് ശരിക്കും വിശ്വേശ്വരയുടെ മുഖമുദ്ര എന്ന് തന്നെ പറയുന്നത്. ഹായ്, ഐ എം ശ്രീലക്ഷ്മി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. ഞാനിവിടെ AMI ഫസ്റ്റ് ഇയർ സെക്ഷൻ A വിദ്യാർത്ഥിനിയാണ്. ആർഷഭാരത സംസ്കാരത്തിലൂന്നിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് വിശ്വേശ്വരയ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാതെ ഒരു എഞ്ചിനീയർ ആവാം എന്ന ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നം വിശ്വേശ്വരയ്യരുടെ സഫലമായി തീരുന്നു. വിദ്യ അത് ഏത് മേഖലയിലുള്ളതുമായിക്കൊള്ളട്ടെ, അതിന് പൂർണ്ണത ആർജിക്കണമെങ്കിൽ അത് ഗുരുമുഖത്തു നിന്ന് തന്നെ ലഭിക്കണം. ഇവിടെ വിശ്വേശ്വരയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഏതൊരു വിദ്യാർത്ഥിയും പ്രൊഫഷണലി ഒരു എഞ്ചിനീയർ എന്നതിലുപരി ഒരു എഞ്ചിനീയർ സമൂഹത്തിൽ എങ്ങനെയായി തീരണം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. ഇവിടെ പഠനത്തിന് നിലവാരം നൽകുകയും അതോടൊപ്പം തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും നമുക്ക് വിശ്വേശ്വരയ്യയിലൂടെ സാധ്യമാകുന്നു. എനിക്കൊരു കാര്യം ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. അതായത് എന്നെപ്പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിക്ക് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നതിലും വെച്ച് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രികളിൽ ഒന്നായ AMI ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ പിന്നീട് ഒരു എഞ്ചിനീയർ ആകാൻ സാധിക്കുക എന്നത് തീർച്ചയായും വിശ്വേശ്വരയ്യ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. വിദ്യാർത്ഥികളിൽ നിറയും അറിവിൻ പൊരുളാം തോംസ കരുണാമയ ഗുരുവരനേ ശരണം ഗുരുവേ ശരണം VIT നായകനേ അഞ്ജലി ഗുരുചരണം ശരണം നാഥ തിരുവടി ശരണം ഗുരുചരണം ശരണം നാഥ തിരുവടി. വിശ്വേശ്വരയ്യയുടെ ആശ്ചര്യജനകമായ വളർച്ചയിൽ പരിഭ്രമിച്ച് മാനസിക നില തകരാറിലായവരുടെ പേക്കൂട്ടുകളിൽ പ്രകോപിതരാകാതെ ഗാന്ധിസത്തിന്റെ പാത പിന്തുടരുന്ന ടോം സാറിന്റെ താങ്ങിലും തണലിലും ആധുനിക തക്ഷശിലയായ വിശ്വേശ്വരയ്യ ഇനിയും ഉയരങ്ങളിലേക്കുള്ള പടവുകൾ താണ്ടി അനുസ്യൂതം മുന്നേറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.